മോനെ അടിച്ചടാ കോള്. 12 സ്ഥലത്താണ് ഇടി കയറി ഇറങ്ങിയേക്കണേ. എന്തായിരുന്നു മേളം കടക്കപ്പുറത്ത്. ജനങ്ങളോട് ഒരു ദാക്ഷിണ്യമില്ലാതെ ജനങ്ങളുടെ കുത്തിന് പിടിച്ച് ജനങ്ങളുടെ പോക്കറ്റ് പിഴിഞ്ഞവനാ പിണറായി. ഇത് അവസാനിക്കില്ല ഇവിടെ. ഓക്കെ, ഇത് തുടക്കം. ഓക്കെ, ഇന്നലെ കോടതി വിധി വന്നു. കോടതി കേസ് തടസ്സം നിൽക്കരുതെന്നുള്ളത് തള്ളിക്കളഞ്ഞതോടുകൂടി കയറി നിരങ്ങുകയാണ് ഇടി. 12 റെയ്ഡ്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തെ കട്ടുമുടിച്ച് പണമൊക്കെ എവിടെയാണ് കൊണ്ടുവച്ചേക്കണേ? ഒക്കെ എടുത്തോണ്ട് വാ. ഇനിയുണ്ട് മാത്യു ടി തോമസ്, കേരളത്തിലെ ജനങ്ങളെ മുക്കിക്കൊല്ലാൻ നോക്കിയവൻ, കൊന്നവൻ. 475 പേര് മരിച്ചു അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ. ഇതിൻ്റെയും കള്ളക്കഥകൾ കൊണ്ടുവരണം പുറത്തേക്ക്. ഓക്കെ, ഇത് വെറുതെ വിട്ടുകൊടുത്താൽ പറ്റില്ല. ഒറ്റയ്ക്ക് നിന്ന് പോരാടിയതാ മാത്യു കുഴൽനാടൻ ഒറ്റയ്ക്ക് നിന്ന് ഇവർക്കെതിരെ. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് പിന്തുണ ഉണ്ടെങ്കിലും പക്ഷെ പരസ്യമായിട്ട് വരാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. VT ബൽറാം വന്നു ഒരു പ്രാവശ്യം വാർത്താ സമ്മേളനത്തിന്. VT ബൽറാം. ഇതൊക്കെ മാത്യു കുഴൽനാടൻ്റെ പൊന്തൂല. എത്രമാത്രം ഉപദ്രവിക്കപ്പെട്ടു ആ മനുഷ്യൻ്റെ വീട് അളക്കണു, ആ മനുഷ്യൻ്റെ റിസോർട്ട് അളക്കണു, ആ മനുഷ്യനെ കള്ളക്കേസിൽ കൊടുക്കണു, പോസ്കോ കേസിൽ കൊടുക്കാൻ നോക്കണു. ഇതാണ് ദൈവനിശ്ചയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് മാറില്ല. എത്ര അഹങ്കാരിയായാലും, എത്ര കൊടിയ നീചനായാലും, എത്ര അധികാരം എത്ര നാൾ കൈയാളിയാലും ഒരു ദിവസം ഉണ്ട്, ഒരു ദിവസം താഴെ ഇറങ്ങണം. ആ ദിവസം വന്നിരിക്കുകയാണ് പിണറായിക്ക്. പിണറായിയുടെ പുറകിൽ നിന്ന് കളിച്ചവന്മാരുടെ അഹങ്കാരം തെരുവിൽ ഞങ്ങൾ കണ്ടതാണ്. അവന്മാർക്ക് വീട്ടിൽ പോയിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇനിയുണ്ട്, കുന്നംകുളത്ത് ഒരുത്തരോടെ ഉണ്ട്, 1-2 പേരോടെ ഉണ്ട്. അവന്മാരും വീട്ടിൽ പോയി ഇരുന്നോളും. അപ്പോൾ നമ്മൾ അധികാരം കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് താഴ്മയും വിനയമാണ് വേണ്ടത്. ആക്ച്വലി ജനങ്ങളുടെ മേൽ കൊള്ളയടിക്കാനുള്ള അവകാശമല്ല അത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി അത് മനസ്സിലാക്കിയില്ല. നരകയാതനയായിരുന്നു കഴിഞ്ഞ 10 വർഷം ജനങ്ങൾ അനുഭവിച്ചതെന്നുള്ളത് താങ്കൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. നരകയാതന ഇത്രയും കൊള്ളയടിച്ച് കൊണ്ടുപോയി ഇവിടുന്ന്. എപ്പോൾ എന്ത് കാര്യം നടന്നാലും അപ്പം അമേരിക്കയിലായാലും അമേരിക്കയിൽ നിന്നാണ് പെണ്ണ് കെട്ടിയെ. എപ്പോഴും അമേരിക്കയിട്ട് പോകാൻ, അച്ചി വീട്ടിൽ പോകാനായിട്ട്. എന്തുവായിരുന്നുടാ ഇവിടെ അഭിനയം? എന്തുവായിരുന്നു ഇവിടെ കാട്ടിക്കൂട്ടൽ? പിടിച്ചോ ഓരോന്ന് പിടിച്ചോ.